ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക രുക്മിണിക്ക് പറഞ്ഞു കൊടുക്കുക, രാജുവിൻ്റെ വീട്ടുകാരുടെ അശ്രദ്ധ കൊണ്ട് ഹരീഷിൻ്റെ കുഞ്ഞ് പിറക്കുന്നതിന് മുമ്പേ അങ്ങ് മരിച്ചു. എങ്ങനെയുണ്ട് രുക്മിണി ഐഡിയ? അയ്യോ, ഇത് സൂപ്പറല്ലേ അംബികെ? എൻ്റെ ദൈവമേ, എത്ര പെട്ടെന്ന് അംബിക ഓരോ ബുദ്ധി പറഞ്ഞു തരുന്നത്. പിന്നൊരു കാര്യം രുക്മിണി, ആർക്കും ഒരു കാലത്തും സംശയം തോന്നാത്ത രീതിയിൽ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ഞാൻ ഏറ്റു അംബിക. ഇങ്ങനെ സന്തോഷത്തോടെ രുക്മിണി പറയുവാണ്. എൻ്റെ മകൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലോ ശരിപ്പെടുത്താൻ ഞാൻ എന്നിങ്ങനെ ദേഷിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് രുക്മിണി. എന്നിട്ട് അംബിക ദീപക്കിനോട് പറയുന്നത്, എടാ മോനെ, ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഋതികയും രാജുവും കൂടെ ഒരു വനിതാ പോലീസ് ഓഫീസറെ കണ്ട് പത്മാവതി മാഡത്തെക്കുറിച്ച് അന്വേഷിക്കുവാണ്. പത്മാവതി മാഡത്തെ ഇങ്ങനെ കാണാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണം വല്ലതുകൊണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഋതിക പറയുന്നു, അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല മാഡം. എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളവരാണ് ഇങ്ങനെ ഒളിവിൽ പോകുന്നത് എന്നിങ്ങനെ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്. പക്ഷേ പത്മാവതി വർമ്മയുടെ പേരിൽ അങ്ങനെയൊന്നുമില്ല. ഇനി എന്തുകൊണ്ടാണ് മാറി നിൽക്കാൻ കാരണം? അപ്പോൾ രാജു പറയുന്നു, ഒന്നും വ്യക്തമല്ല മാഡം. ഇനി ഫാമിലി ഇഷ്യൂസ് വല്ലതുകൊണ്ടോ? അപ്പോൾ ഋതിക പറയുന്നു, അമ്മയും അച്ഛനും തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു. ആ സമയത്ത് ഈ വിവാഹത്തിന് അമ്മാമ്മ എതിർത്തിരുന്നു. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നു, ഇപ്പോഴും സരസ്വതി മാഡം ഇതിന് എതിർപ്പുണ്ടോ? എതിർപ്പില്ലെന്ന് മാത്രമല്ല, മകളെ കാണാത്തതിലുള്ള സങ്കടത്തിലുവാ എന്നിങ്ങനെ ഋതിക പറയുന്നുണ്ട്. ഞാൻ സരസ്വതി മാഡത്തിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണോ? അയ്യോ വേണ്ട മാഡം, ഞങ്ങൾ അമ്മാമ്മയോട് പറഞ്ഞിട്ടില്ല അമ്മയെ അന്വേഷിക്കുന്ന കാര്യം എന്നിങ്ങനെ രാജു പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ പത്മാവതി വർമ്മയുടെ ഒരു ഫോട്ടോ എനിക്ക് തരാമോ? തരാമല്ലോ എന്ന് പറഞ്ഞ് രാജു അവൻ്റെ മൊബൈലിൽ നിന്നും പത്മാവതിയുടെ ഫോട്ടോ ആ പോലീസ് ഓഫീസർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പത്മാവതി നൃത്തം ചെയ്യുന്ന ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫോട്ടോ ഇങ്ങനെ നന്നായിട്ട് നോക്കുന്നുണ്ട് ആ പോലീസ് ഓഫീസർ. ഞാനിത് വളരെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാം, നിങ്ങൾ രണ്ടുപേരും ധൈര്യത്തോടെ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഋതികയും രാജു അങ്ങനെ പോവുകയാണ്. രാധമ്മയും പ്രിയയും ഇന്ന് പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ മുന്നിൽ നിന്ന് നമ്മുടെ കൊച്ചമ്മണി ഭഗവത്ഗീത വായിക്കുവാണ്. അതൊക്കെ കണ്ടിട്ട് പ്രിയയ്ക്കും രാധമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. രാധമ്മ പതുക്കെ പ്രിയയോട് ചോദിക്കുന്നു, എടി ഇവർക്ക് വായിക്കാനൊക്കെ അറിയോ? പിന്നില്ലേ, പഴയ 10ാം ക്ലാസ്സുകാരി അമ്മേ. കൊച്ചമ്മണി പെട്ടെന്ന് ആ ഭഗവത്ഗീത അങ്ങോട്ട് അടച്ചിട്ട് പറയുക, ഓ ഇതെഴുതിയവനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നല്ലെണ്ണം നാലതങ്ങോട്ട് പറഞ്ഞു കൊടുക്കായിരുന്നു. ഒരക്ഷരവും മനസ്സിലാകുന്നോ ഇല്ല, ഒരു സുഖവും ഇല്ല. ഏതായാലും അടുത്ത മാസം ഞാൻ കാശി രാമേശ്വരത്തൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോഴവിടുന്ന് വാങ്ങിക്കാം പുതിയ പുസ്തകം. അത് കേട്ടിട്ട് വിശ്വസിക്കാനാകാതെ രാധമ്മ ചോദിക്കുക, അയ്യോ അമ്മ കാശി രാമേശ്വരത്തൊക്കെ പോകുന്നുണ്ടോ? ആ പോന്നു രാധമ്മ, പോകണോ അവിടൊക്കെ? ഭഗവാനും ഭഗവതിയൊക്കെ എന്നെ മാടി മാടി വിളിക്കുക. ഈ അങ്ങോട്ടുള്ള ജീവിതം ഭക്തിമാർഗത്തിൽ വേണം. അടുത്ത കർക്കിടകത്തിൽ രാമായണം ആദ്യം ദിവസം മുതൽ വായിച്ചു തുടങ്ങണം. അപ്പോൾ രുക്മിണി ഒരു കൊടയൊക്കെ പിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ചമ്മണി രുക്മിണിയെ കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ ദൈവമേ, രാവണന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ, ദാണ്ട് അപ്പോഴേ ശൂർപ്പണഖ വരുന്നുണ്ടല്ലോ. അപ്പോൾ വേണുവേട്ടനും ജയനും അങ്ങോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ ചോദിക്കുന്നു, ശൂർപ്പണഖയോ? അതേ, നാട്ടുകാരെ മുഴുവൻ ബ്ലേഡ് കൊണ്ട് കീറുന്ന രുക്മിണി. ജയൻ ചോദിക്കുന്നു, അച്ഛാ വാടക കൊടുത്തില്ലേ അച്ഛാ? എടാ മോനെ, അത് കൃത്യം 1-ാം തീയതി തന്നെ കൊടുത്തതാണല്ലോ, പിന്നെ എന്തിനാ അവൾ ഇങ്ങോട്ട് കയറി വരുന്നത്? കൊച്ചമ്മണിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചിലപ്പോഴേ ആ രമ്യപ്പൻ്റെ തലയിൽ ആണി ഊരിക്കാണും, അത് പറയാനെങ്ങാണോ ആയിരിക്കും വരുന്നത്. അവിടെ ആ വരവ് കണ്ടിട്ട് പേടി തോന്നുന്നു. പക്ഷേ രുക്മിണി നല്ല ചിരിച്ചോണ്ടാണ് വരുന്നത്. രുക്മിണി അങ്ങനെ അകത്തോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ കൊച്ചമ്മണി പറയാ, രുക്മിണി ഇവർക്കാർക്കും അത്രയ്ക്ക് ആ ഭാഷ അങ്ങോട്ട് പരിചയമില്ല, എന്നോട് പറഞ്ഞോ, അപ്പോഴെനിക്ക് കേൾക്കുകയും ചെയ്യാം, കുറച്ചൊക്കെ പഠിക്കുകയും ചെയ്യാമല്ലോ. ഇവരെയൊക്കെ അങ്ങ് വിട്ടേര്. വളരെ ഭവ്യതയും മര്യാദയും അഭിനയിച്ചാണ് രുക്മിണി വന്നിരിക്കുന്നത്. പക്ഷെ മനസ്സ് മുഴുക്ക വിഷമാണ്. ഞാൻ വന്നത് വഴക്കിനും വയ്യാവേലിക്കും ഒന്നുമല്ല. പക്ഷെ അന്ന് അങ്ങനെ വന്നത് എൻ്റെ മോടെ അവസ്ഥ കണ്ടിട്ടാ. വേണുവേട്ട, രാധെ അങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് പറയുന്നു, നിങ്ങൾ എന്നെ ശത്രുവിനെ നോക്കുന്ന പോലെ നോക്കല്ലേ. ഞാനിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ബന്ധുമുറയില്ല, സന്തോഷം പങ്കുവെക്കാൻ. എൻ്റെ മരുമകൾ ശ്രീലക്ഷ്മിക്ക് വിശേഷമല്ലേ, അത് അറിഞ്ഞുകൊണ്ട് വന്നതാ രാധമ്മേ ഞാൻ. രുക്മിണി ഇരിക്കുന്ന രാധമ്മ പറയുന്നു. പക്ഷേ നമ്മുടെ കൊച്ചമ്മണി പറയാ, ബന്ധുക്കാരി, അയ്യോ ബന്ധുക്കാരി ഇങ്ങോട്ടൊന്ന് ഇരുന്നേ എന്നും പറഞ്ഞ് രുക്മിണിയെ ഇരുത്തുന്നുണ്ട്. വേണുവേട്ടൻ പറയാം, ആദ്യം ഒന്ന് പകച്ചു എന്നുള്ളത് സത്യമാണ്, അതൊക്കെ എനിക്ക് മനസ്സിലാവും വേണുവേട്ട. ഇതെല്ലാം ഇപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അതിലെല്ലാവർക്കും ഇപ്പോഴും നല്ല വിഷമമുണ്ട് എന്നിങ്ങനെ രാധമ്മയും പറയുന്നുണ്ട്. അങ്ങനെ എപ്പോഴും വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ രാധമ്മേ? അന്ന് നിങ്ങൾ എനിക്ക് വിഷമമാ തന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എനിക്ക് തന്നത് സന്തോഷമല്ലേ? വേണുവേട്ടനും രാധമ്മ ഇനി 3-4 മാസം കഴിയുമ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആകും. അപ്പോൾ രുക്മിണി അമ്മൂമ്മയാകും എന്ന് നമ്മുടെ കൊച്ചമ്മണിയും പറയുന്നു. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുവാണ്. ഇങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടും രുക്മിണി ഇങ്ങനെ മനസ്സിൽ പറയാം, അവളെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി വാഴ്ത്തിക്കാം, പഞ്ചാമൃതവും പാലമൃതവും കൂട്ടി പരിപോഷിപ്പിക്കാം. എൻ്റെ മകൻ്റെ കുഞ്ഞെ അവളുടെ വയറ്റിൽ വളരണ്ട, അതിനു വേണ്ടി മാത്രമാണ് എൻ്റെ ഈ ലോഹ്യം കൂടൽ.
ലക്ഷ്മി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴുണ്ടല്ലോ രാധമ്മേ, ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നുപോയി. രാധമ്മ പറയുന്നത് ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് വരാം. അയ്യോ വേണ്ട വേണ്ട, രാധമ്മ ഇവിടെ ഇരിക്കും. അപ്പോൾ ജയൻ പറയാ, ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കരു ഉണ്ണി ചേച്ചി, ഇപ്പൊ ബന്ധുമുറയിൽ വന്നതല്ലേ, അതിന് നാരങ്ങ വെള്ളം കുടിച്ചാലേ ബന്ധങ്ങളൊക്കെ ഉള്ളൂ. മുണ്ടക്കലമ്മേ, നമ്മൾ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ജീവിക്കുന്നു. പ്രിയ ഉടനെ ചോദിക്കുന്നു, രുക്മിണി ആൻറ്റി ശ്രീലക്ഷ്മിയെ കാണാൻ പോയായിരുന്നോ? ഇല്ല, ഞാനേ അവർ രണ്ടുപേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കാൻ പോകാനിരിക്കുക. കേൾക്കുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ, രാധമ്മയാണെങ്കിൽ നെഞ്ചത്ത് കൈയൊക്കെ വെച്ചോണ്ടാണ് സന്തോഷിക്കുന്നത്. ഒരു ഉത്സവം പോലെയാണ് അവർക്കൊക്കെ അപ്പോൾ തോന്നുന്നത്. എല്ലാം മറന്ന് ഞാൻ ശ്രീലക്ഷ്മിയെ എൻ്റെ മരുമകളായിട്ട് സ്വീകരിക്കും. ബാക്കിയുള്ള കാലവേ ഒരു അമ്മൂമ്മയെ തന്നെ ജീവിക്കാം. പിന്നെ എൻ്റെ മകൻ ഹരീഷേ ഒരു ദുരഭിമാനിയാ. ഞാൻ വിളിച്ചാൽ വരുമോന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. സ്വന്തം മകനല്ലേ രുക്മിണി, അമ്മ വിളിച്ചാൽ പിന്നെ അവന് വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ ഒരവസ്ഥയിൽ. അങ്ങനെയൊക്കെ രാധമ്മ പറയുന്നുണ്ട്. പ്രിയ പറയുക, ശ്രീലക്ഷ്മി രുക്മിണി ആൻറ്റിയുടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും എപ്പോഴും വന്ന് കാണാമല്ലോ. അതുമാത്രമല്ല 6ാം മാസത്തിലേ ഞങ്ങൾക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുപോരാമല്ലോ എന്ന് രാധമ്മയും പറയുന്നുണ്ട്. അവരങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ രുക്മിണിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല്. രുക്മിണി വന്ന കാര്യം അങ്ങനെ സാധിച്ചു. രുക്മിണി പറയും, എന്നാൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് രുക്മിണി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പോകുന്ന വഴിയിൽ രുക്മിണി പറയുന്നുണ്ട്, അവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം, അവളൊരു മരുമോള്. സന്തോഷം കൊണ്ടാണോ ദുഃഖം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, നമ്മുടെ കൊച്ചമണി അമ്മേ നാരായണ, ദേവീ നാരായണ, ഭദ്രേ നാരായണ എന്നൊക്കെ കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. വർമ്മസാറിന്റെ വീട്ടിൽ സാന്ദ്ര വന്ന് നിൽക്കുന്നു. അപ്പോൾ ശേഖരനും യാമിനിയോട് അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, സാന്ദ്രയല്ലേ നിൽക്കുന്നത് എന്നിങ്ങനെ ശേഖരൻ ചോദിക്കുന്നുണ്ട്. യാമിനി ചോദിക്കുന്നത്, സാന്ദ്രയോ? അയ്യോ, അത് യാമിനിക്ക് മനസ്സിലായില്ലേ, ഋതുമോളുടെ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്നിങ്ങനെ ശേഖരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ശേഖരേട്ട. അപ്പോൾ ഇതാണല്ലേ ആള്. അപ്പോൾ സാന്ദ്ര ചിരിച്ചോണ്ട് അവർ അടുത്തോട്ട് വരുവാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. ശേഖർ ചോദിക്കുന്നു, എന്താ സാന്ദ്ര പ്രത്യേകിച്ച് വിശേഷം? മേഡം ഇങ്ങോട്ട് വന്നോ സാർ? ഋതിക മേഡം വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അംബികയും മകനോട് പറന്ന് അവിടെ എത്തിക്കഴിഞ്ഞു. ഋതിക ഹസ്ബൻഡിന്റെ വീട്ടിലല്ലേ? അല്ല, ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചു. അപ്പൊ പ്രതാപനും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ സാന്ദ്ര വെയിറ്റ് ചെയ്യും, മോളിപ്പോ വരും എന്നിങ്ങനെ ശേഖരൻ പറയുന്നുണ്ട്. പ്രതാപന് സാന്ദ്രയെ മനസ്സിലാകാത്തോണ്ട് ശേഖരൻ പരിചയപ്പെടുത്തുന്നു. ചേട്ടന് സാന്ദ്രയെ മനസ്സിലായില്ലേ? ഋതുമോളുടെ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, സാന്ദ്ര MD കാണാൻ വന്നതാണല്ലേ? അതെ സാർ, കുറച്ച് ഫയൽസ് ഒക്കെ സൈൻ ചെയ്യിക്കാനുണ്ടായിരുന്നു. അംബികയെ മോനിൽ നിന്ന് നക്ഷത്രക്കണ്ണ് എണ്ണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. സരസ്വതി മേഡം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശേഖരൻ പറയുന്നു, ഉണ്ട് മുകളില, എങ്കിൽ ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് സാന്ദ്ര മുകളിലോട്ട് കയറിപ്പോവുകയാണ്. അംബിക ഉടനെ പ്രതാപനോട് ചോദിക്കുക, ഋതിക അക്കൗണ്ട്സ് ഒക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സാന്ദ്രയോടൊന്ന് ചോദിക്കണം. അതൊക്കെ എന്തിനാ ചേച്ചി ചോദിക്കുന്നത്? അതൊക്കെ എന്താ ചെറിയ കാര്യങ്ങളാണോ? അതൊക്കെ നോക്കാൻ അവിടെ ഒത്തിരി ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫുകളില്ലേ അവിടെ? അതല്ല പ്രതാപ, കണ്ടവർക്കൊക്കെ വാരിക്കൊടുക്കുന്ന സ്വഭാവം അവൾക്കുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ശേഖരൻ ചോദിക്കുന്നു, ഋതുമോൾ അത്ര ചെറിയ കുട്ടിയാണോ ചേച്ചി? അപ്പോൾ രാജുവും ഋതിയും കൂടി ഇങ്ങനെ ചിരിച്ചങ്ങോട്ട് കയറി വരുന്നുണ്ട്. ശേഖരൻ പറയുന്നു, മോളെ തിരക്കി സാന്ദ്ര വന്നിട്ടുണ്ട്, അത് സൈൻ ചെയ്യാൻ കാണും, അതുകൊണ്ടാ. അപ്പോൾ പ്രതാപൻ പറയാ, ചേച്ചിക്കൊരു സംശയം, മോള് കൃത്യമായിട്ട് ഫയലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. നോക്കുന്നുണ്ട് അച്ഛാ. അപ്പോൾ പ്രതാപൻ പറയാം, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന പോലെ ഇക്കാര്യമോ മോള് രാജുവിനോട് ഷെയർ ചെയ്യണം. രാജു, അക്കൗണ്ട്സ് നീയും ചെക്ക് ചെയ്യണം. ശരി സാർ എന്നിങ്ങനെ അവർ രണ്ടുപേരും ചിരിച്ച് പറയുന്നുണ്ട്. അംബികയ്ക്ക് മോനും അത്രയ്ക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. അവരെന്തോ വിചാരിച്ചുകൊണ്ട് വന്നത് അവിടെ നടക്കാതെ പോയി. പ്രതാപൻ ഋതിയോട് പറയുന്നു, ഞാൻ പറയുന്നതിന്റെ പൊരുൾ രണ്ടുപേർക്കും മനസ്സിലായല്ലോ? മനസ്സിലായച്ചാ. അപ്പോൾ സാന്ദ്ര മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, എന്താ സാന്ദ്ര, ഋതിയെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ? ഇവൾക്ക് ദാനശീലം കുറച്ച് കൂടുതലാ, വാരിക്കോരി കാശെടുത്തങ്ങ് ചിലവാക്കും. അപ്പോൾ സാന്ദ്ര പറയാം, അത് സാറ് പറഞ്ഞത് ശരിയാ, ഇന്നലെ 2 കോടിയാ ആർക്കോ സംഭാവന ചെയ്തത്. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഋതിക പറയാം, അത് സംഭാവനയല്ലച്ചാ, അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഞാൻ ചെയ്തതാ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി. അംബികയെ മോനിങ്ങനെ കണ്ണോട് കണ്ട് നോക്കുക, ഇവൾ എന്ത് പണ്ടാരപാടായി പറയുന്നത് എന്നിങ്ങനെയാണ് അവർ രണ്ടുപേരും ചിന്തിക്കുന്നത്. പ്രതാപൻ അപ്പോൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. തൻ്റെ രക്ഷയ്ക്കായിട്ടായിരിക്കുമോ മോളാ പൈസ എടുത്ത് ചെലവാക്കിയത് എന്നൊക്കെ ആയിരിക്കും പ്രതാപൻ ചിന്തിക്കുന്നത്. ഋതിക സാന്ദ്രയോട് പറഞ്ഞു, സാന്ദ്ര ആ ഫയലിങ്ങോട് സൈൻ ചെയ്യാം എന്ന് പറയുമ്പോൾ സാന്ദ്ര ഫയൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഋതിക എങ്ങനെ ആ ഫയലിലൊക്കെ സൈൻ ചെയ്യുന്ന കാണുമ്പോൾ അംബികയ്ക്ക് തീരെ സഹിക്കുന്നില്ല. അംബിക അങ്ങ് ചൂടുവെള്ളത്തിൽ വീണ പോലെ നിന്ന് പൊളയുവാണ്. കൊച്ചമ്മണി വീണ്ടും ജ്ഞാനപ്പാന വായിക്കാൻ തുടങ്ങി.
കണ്ടാലൊട്ടറിയുന്നു ചിലരിത്, കണ്ടാലും തിരിയാതെ ചിലർക്കേതുമേ. വേണുവേട്ടനും രാധമ്മയും പ്രിയയും ജയനും എല്ലാം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ജയനത് കണ്ടിട്ട് പറയാം, ഭക്തി കൊള്ളാം, പക്ഷേ അത് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിലുള്ള ഭക്തി ആകരുത്. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കലേ വത്സല. കൊച്ചമ്മണി അങ്ങനെ പറയുമ്പോൾ നമ്മുടെ വേണുവേട്ടൻ ചോദിക്കും, അല്ല ജയന്റെ പേര് വത്സല എന്ന് മാറ്റിയോ? ഭക്തി മൂത്തപ്പോഴേ ഈ അമ്മ ഇങ്ങനെയൊക്കെ അച്ഛാ ഇപ്പൊ വിളിക്കുന്നത്. ഇത്രയൊക്കെ തമാശകൾ അവിടെ നടന്നിട്ട് രാധമ്മ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. പ്രിയ ചോദിക്കുക, അമ്മ ഇങ്ങനെ എന്താ രുക്മിണി ആൻറ്റി വന്ന് പോയതിലിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്നും അല്ല മോളെ, ഒരമ്മമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ രുക്മിണിക്കുണ്ടായ ഒരു മാറ്റവേ അത് പിന്നെ മാറാതിരിക്കുവോ രാധമ്മേ? അവരുടെ മകന്റെ കുഞ്ഞല്ലേ ജനിക്കാൻ പോകുന്നത്. എന്തൊക്കെ ശത്രുതയുണ്ടെങ്കിലും ഒരു പേരക്കുട്ടി ജനിക്കാൻ പോകുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കും എന്ന് വേണുവേട്ടൻ പറയുന്നു. അതൊരു പുതിയ തത്വരാധമ്മേ. വേണ്ടേ, ഇവൻ പ്രിയെ കല്യാണം കഴിച്ചോണ്ട് വന്ന് ഞാൻ സ്വന്തം മകളെ പോലെയാ ഇവളെ വരവേറ്റത്. കൊച്ചമ്മണി അങ്ങനെ പറഞ്ഞപ്പോൾ ജയൻ പറയാ, വരവേൽക്കാൻ ഇവളെന്താ താലപ്പൊലിയായിട്ടാണോ വന്നത്? നീ ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ ജയ. പുത്തനച്ചി പെരപ്പറം തൂക്കു എന്ന മട്ടില് എന്നോട് പെരുമാറിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അല്ലെങ്കിലും പൊതുവേ ഞാനൊരു ദേഷ്യക്കാരി ആണല്ലോ. പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാലും പിന്നെ എനിക്ക് ഇവളോടങ്ങ് വെറുപ്പായി. ഇവൾ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു, അതോടെ ഞാൻ നല്ലൊരു അമ്മുമ്മയായി. അത്രയും നേരം അതെല്ലാം കേട്ട് സഹിച്ചു നിന്നിട്ട് പ്രിയ പറയാ, ഇവർ പറയുന്നത് മുഴുക്ക പച്ച നുണയാ. ഇവർ നേരെ ചൊവ്വേ ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. നുണ പറയുന്നതിലും കുറച്ച് അതിരൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് പ്രിയ അകത്തോട്ട് അങ്ങ് ഓടിപ്പോയി. കൊച്ചമ്മണി പറയാ, വേണുവാശാനും രാധമ്മയും കൂടെ മോളെ ഇങ്ങനെ പുന്നാരിച്ച് വളർത്തിയതിൻ്റെ കുറ്റമാ അവളിപ്പോൾ കാണിച്ചിട്ട് പോയത്. കുരുത്തം കെട്ടവള്. അപ്പോൾ രാജുവും ഹൃദയം കൂടെ ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് വരുമ്പോൾ ജയൻ പെട്ടെന്ന് പറയാ, അളിയ അങ്ങനെ വലിയൊരു ശത്രുത അങ്ങ് മാഞ്ഞു പോയി. ആ രുക്മിണി ചേച്ചി ഇവിടെ വന്നിരുന്നു ഒരു അമ്മമ്മയാകാൻ പോകുന്നതിന്റെ സന്തോഷം അറിയിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പോയത്. വേണുവേട്ടനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൾക്കൊക്കെ ഓന്തിന്റെ സ്വഭാവമാ, എപ്പോഴാ നിറം മാറുന്നതെന്ന് ആർക്കറിയാം. അത് കേട്ടിട്ട് രാധമ്മ എഴുന്നേറ്റ് അകത്തോട്ടങ്ങ് പോവുകയാണ്. ഇത് കണ്ടിട്ട് രാജു പറയാം, എല്ലാവരുടെയും പിണക്കമൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു എന്നൊരർത്ഥം വെച്ച് പറഞ്ഞിട്ടാണ് മേഡം വാ എന്നും പറഞ്ഞ് ഹൃദയം വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോൾ കൊച്ചമ്മണിയും ജയനും മാത്രമായി. ജയൻ അവിടുന്ന് ഫ്ലവർ വേസ് എടുത്ത് കൊച്ചമ്മണിയെ അടിക്കാൻ പോകുന്ന പോലെ കാണിച്ചിട്ട് പറയുന്നു, എൻ്റെ ജീവിതമോ കുളവാക്കി. എന്നിട്ട് അവരെന്നെ ജ്ഞാനപ്പാന വായിക്കുന്നു. ഒരാശ്രമം എവിടെ കെട്ടുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. തുടങ്ങിയ അടുത്ത തരികട നിങ്ങളുടെ അന്ത്യ ഉദാസം ഞാൻ ഇതോടെ ചെയ്തിരിക്കും. കൊച്ചമ്മണി പറഞ്ഞതിന് ജയൻ മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഈ സമയം ജഗന്നാഥവർമ്മയെ പൂട്ടിയിട്ടിരിക്കുവാണല്ലോ അംബികയോടെ ഗുണ്ടകളും ചേർന്ന്. ആ ഗുണ്ടയിൽ ഒരുത്തൻ ജഗന്നാഥവർമ്മയെ തട്ടി വിളിക്കുന്നു, എഴുന്നേക്കടോ എഴുന്നേക്കടോ എന്ന്. അപ്പോൾ അനക്കമില്ല. അവനിങ്ങനെ വിരൽ മൂക്കിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ശ്വാസമില്ല. അയ്യോ ശ്വാസമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവൻ പെട്ടെന്ന് അംബികയെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്, മേഡം ഇവൻ അനക്കമില്ല, മരിച്ചു പോയെന്നാ തോന്നുന്നത്. എടാ നീ ശരിക്കും നോക്കി മേഡം, മരിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നീ ഫോൺ വെക്കുക, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് അംബിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അംബിക ദീപക്കിനോട് പറയുക, ദീപക്കെ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം, നീ പെട്ടെന്ന് കാറൊന്നെടുത്തേ. ഇപ്പോഴിത് എങ്ങോട്ട് പോകാനമ്മേ? എന്താടാ നിന്നോട് പറഞ്ഞാലേ നീ കാർ എടുക്കത്തുള്ളൂ. എടാ വർഷങ്ങളായിട്ട് എൻ്റെ കസ്റ്റഡിയിൽ കിടന്ന ഒരുത്തൻ ഇപ്പം മരിച്ചു, അവൻ്റെ ഡെഡ് ബോഡി എവിടെങ്കിലും കൊണ്ട് കളയണം, നീ എളുപ്പമൊന്ന് വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അംബിക ദീപക്കിനെ വിളിച്ചോണ്ട് കാറെടുത്ത് പോകുന്നുണ്ട്. ഹൃതികയും രാജു കൂടെ ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം രാജു കൂടെ ഒന്ന് നോക്കണം, എനിക്കിതെല്ലാം ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. മേഡത്തിനെ വേണമെങ്കിൽ ഞാൻ പരമാവധി ഹെൽപ്പ് ചെയ്യാം, പക്ഷേ എൻ്റെ പണി വേറെ അല്ലയോ മേഡം? അപ്പോൾ ഹൃതിക ചോദിക്കുക, എന്ത് പണി? അച്ഛൻ്റെ കൂടൊപ്പം കാറിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കം. മന്ത്രിമന്ദിരം വേണ്ടാത്തതുകൊണ്ട് രണ്ടുപേരും തക്കം കിട്ടുമ്പോഴൊക്കെ വീട്ടിലും. പിന്നെ കറക്കം എന്ത് ഹെഡേക്കുള്ള പണിയാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നതെന്ന് മേഡത്തിന് അറിയാവൂ. അപ്പോൾ ഹൃതികയുടെ ഫോണിലോട്ട് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഹൃതിക നോക്കിയിട്ട് പറയുന്നു, അയ്യോ ഇത് SP മേഡം ആണല്ലോ, എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കും, മേഡം ഫോൺ എടുക്ക്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് ഹൃതിക, എന്തുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല മാഡം, എന്നാൽ ഞാനിപ്പോൾ വിളിച്ചത് ഹൃതികയുടെ അമ്മയുടെ കാര്യം പറയാനാ. അത് കേട്ടപ്പോൾ ഹൃതിക വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മാഡം? ഇല്ല, കണ്ടെത്താനുള്ള എല്ലാ നടപടികളും ഞാൻ അടിയന്തരമായി ചെയ്തിട്ടുണ്ട്. ഹൃതികയെ കണ്ടുപിടിച്ച് തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുന്നു. ലൈഫ് കാലം മുഴുവൻ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ ക്രിമിനലും ഒന്നും അല്ലല്ലോ പത്മാവതി അമ്മ, അറിയപ്പെടുന്ന ഒരു കലാകാരിയല്ലേ, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും കണ്ടെത്തിയിരിക്കും. അങ്ങനെ രണ്ടുപേരും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. രാജു ചോദിക്കുന്നു, അല്ല എന്തിനാ ഈ പത്മാവതി മേഡം ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നത്? അതാ രാജു ഞാനും ആലോചിക്കുന്നത്, ആർക്കും പിടികൊടുക്കാതെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ പത്മാവതി മേഡം ആരെങ്കിലും പേടിക്കുന്നുണ്ടാവും. എന്തിനാ രാജു എൻ്റെ അമ്മയെ അങ്ങനെ പേടിക്കേണ്ടത്? അമ്മാമ്മയെ പോലെ ഉള്ള ഒരാൾ സ്വന്തമായിട്ടുള്ളപ്പോൾ അമ്മയ്ക്ക് പേടിക്കേണ്ട കാര്യം എന്താ? ഇതൊരു വലിയ കഥ തന്നെയാണ് മേഡം.
അഴിയും തോറും കുരുക്കുകൾ മുറുകുന്ന ഒരു കഥ. അംബികയെ മോനുണ്ട് ആഞ്ഞു പിടിച്ചതാണ്ട ജഗന്നാഥൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. എടാ, ഇയാളെ കൊല്ലരുതെന്ന് നിങ്ങളോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? അതിന് മേഡം, ഞാൻ കൊന്നതല്ല. ഞാൻ വന്നപ്പോഴേ ഇയാളിങ്ങനെ ചത്ത് കിടക്കുമായിരുന്നു. എടാ, ഇയാൾ ചത്ത സങ്കടം കൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോൾ എനിക്ക് പുലിവാലായല്ലോ. ഈ മാരണത്തിന് ഇനി എവിടെ കൊണ്ടുപോയി കളയും? അപ്പോൾ ദീപക് ചോദിക്കുന്നു, ഇതുവരെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് അമ്മേ, സത്യത്തിൽ ഇയാൾ ആരാ? ആ ഗുണ്ടകളുടെ മുന്നിൽ വെച്ച് പറയാൻ വയ്യാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, അംബിക പെട്ടെന്ന് ദീപകിനോട് നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് പുറത്തോട്ട് വിളിച്ചോണ്ട് പോവുകയാണ്. അംബിക എന്നിട്ട് ദീപകിനോട് പറയുക, ഇവനെ ഞാൻ എഴുതിയ കഥയിലെ ഒരു കഥാപാത്രമാണ്. അതിലുപരി ഇവൻ പ്രതാപന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. പ്രതാപന്റെ വലങ്കൈ, വല്യമ്മാവന്റെ ഫ്രണ്ടോ? പിന്നെ ഇയാൾ അമ്മയുടെ ശത്രുവാകാൻ കാരണം എന്താ? കാരണമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. നമുക്കിവനെ എന്ത് ചെയ്യണമെന്ന് ആദ്യം തീരുമാനിക്കാം. എടാ സജി, നമ്മൾ ഇവനെ എന്ത് ചെയ്യും? മേഡം, അതിവനെ കടലിലോ കായലോ കെട്ടി താഴ്ത്താം. ആ, അത് കൊള്ളാം സജി, പക്ഷെ കേരളത്തിൽ പറ്റില്ല. നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വേണം കളയാൻ. നീ ഒരു കാര്യം ചെയ്യ്, ഇവന്റെ കയ്യിലെയും കാലിലെയും കെട്ടൊക്കെ അങ്ങ് അഴിക്കി. അപ്പോൾ ദീപക് പറയുന്നു, അമ്മ ഒന്നിങ്ങോട്ടൊന്ന് വന്നേ. അമ്മേ, കടലിലും കൊണ്ട് കളയുന്നതിനേക്കാളും നല്ലതാ ഏതെങ്കിലും കൊടുങ്കാട്ടിൽ കൊണ്ടോ ഇയാളെ ഞാൻ കത്തിച്ച് കളയുന്നത്. അപ്പോൾ ആരാ എന്താണെന്നൊന്നും ആരും കണ്ടുപിടിക്കത്തതുമില്ല. മകൻ്റെ ഐഡിയ അമ്പയ്ക്ക് അങ്ങ് ഇഷ്ടമായി. നീ പറഞ്ഞത് കൊള്ളാം, അങ്ങനെ തന്നെ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ ഗുണ്ടകളാണെങ്കിൽ ജഗന്നാഥനെ കെട്ടിയ കെട്ടുകൾ തുടലെല്ലാം ഇങ്ങനെ അഴിക്കുവാണ്. ദാണ്ട കഥയിൽ അത്ഭുതകരമായ ട്വിസ്റ്റ്. കെട്ടുകളെല്ലാം അഴിച്ചതും ജഗന്നാഥൻ ചാടി എഴുന്നേറ്റ് ആ റിവോൾവറിങ് എടുത്ത് ദീപകിൻ്റെ കഴുത്തിന് വെക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക ഭയന്ന് വിറച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ജഗന്നാഥൻ ദീപക്കിനെ വെച്ച് തന്നെ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അംബികയുടെ പതനം അടുത്തു കഴിഞ്ഞു. ജഗന്നാഥൻ പുറത്തു വന്നു കഴിഞ്ഞാൽ അംബിക ആരാണെന്നും അംബിക നടത്തിയ കൊലപാതകങ്ങളെല്ലാം ജഗന്നാഥൻ പുറത്തു കൊണ്ടുവരും. അതിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്ത റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.